പുതിയ കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ആ കാലത്തെ യാത്രകൾ അതേ കാലഘട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് ഇത് പറഞ്ഞത്. യാത്രകൾ തന്നെയാണല്ലോ. പക്ഷേ എൻ്റെ ആദ്യ കോഴിക്കോട് യാത്രയ്ക്കുള്ള ആ പരിപാടികൾ അവിടെ തന്നെ അന്ന് മുടങ്ങിപ്പോയി. ആ രാത്രിയിൽ ആ ലോറി പോകുമ്പോൾ ഇവിടെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വേണ്ടി വന്നു. നേരം വെളുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞല്ലോ, ആ ലോറി വന്നു തടി സംഘടിപ്പിക്കാനും കാര്യങ്ങൾക്കെല്ലാം. ആ ലോറിയിൽ രാത്രി മുഴുവൻ യാത്ര ചെയ്യായിരുന്നു. എനിക്ക് അവരിലിരുന്നാൽ മതി. പണിക്കാർ തടി കയറ്റുന്നു, കൊണ്ടുവരുന്നു, ഇറക്കുന്നു. അങ്ങനെ 3-4 ഷട്ടിലടിച്ചാണ് അതൊക്കെ ഒന്ന് റെഡിയാക്കിയത്. ഏതായാലും അതിനുശേഷം 9ാം ക്ലാസ്സിലെ ക്യാമ്പ് എന്ന് പറയുന്നത് മൂത്തേടത്ത് ഹൈസ്കൂളിലായിരുന്നു, തളിപ്പറമ്പിൽ. അതും ഏകദേശം 4-5 ദിവസം താമസിച്ചുള്ള ക്യാമ്പായിരുന്നു. അന്ന് ഒരുപാട് കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്കൂളിലും വരും. പക്ഷേ മണക്കടവ് സ്കൂളിൽ ഞാൻ ഒരു ക്യാമ്പിന് പോയിട്ടുള്ളതുകൊണ്ട് ആ സ്കൂളിലെ കുട്ടികളെല്ലാവരും എൻ്റെ പരിചയക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലക്കോടുകാരും മണക്കടവുകാരും തമ്മിലൊരു വലിയ സുഹൃത്ത് ബന്ധം രൂപപ്പെട്ടു. ആ ക്യാമ്പ് കഴിഞ്ഞ് ആ വർഷത്തെ വേനൽക്കാല അവധിക്ക് എന്തോ ഒരു ക്യാമ്പ് മണക്കടവിൽ സ്കൂളിൽ വീണ്ടും സംഘടിപ്പിക്കേണ്ടി വന്നപ്പം രാമകൃഷ്ണപിള്ള സാർ എന്നോട് പറഞ്ഞു, താൻ പോയാൽ മതി, താനല്ലേ ആലക്കോട് പഠിപ്പിക്കുന്നത്. പിന്നെ അന്നത്തെ ഞങ്ങളുടെ മുൻ ട്രൂപ്പ് ലീഡർ ദാസപ്പനെ ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു 4-5 ദിവസം മണക്കടവിൽ പോയി സ്കൂളിൽ താമസിച്ച് അവിടുത്തെ പിള്ളേരെ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ 5 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. 1-2 ഒക്കെയാണ്, 1.5 മണിക്കൂർ 1 മണിക്കൂറത്തേക്ക് ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ദാസപ്പൻ ക്ലാസ് എടുക്കുന്നു. അന്ന് ഞാൻ കഴിഞ്ഞ മണക്കടവ് ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞ തങ്കപ്പൻ സാറുമായിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ലൊരു എന്താ പറയുക, അധ്യാപകനാണെങ്കിലും ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം എനിക്ക് തോന്നുന്നത് കുറച്ചു കാലം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് തന്നെ തിരിച്ചു പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്കൗട്ട് ക്യാമ്പുകളിലെ ഒരു പുതിയ അനുഭവം അന്ന് ആദ്യം മുതലുള്ള ക്യാമ്പുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പരിപാടി ഉണ്ടാവും. അതായത് കുറേ വിറകൊക്കെ കൂട്ടിയിട്ട് നല്ല തീ കത്തിച്ച് അതിൻ്റെ പ്രകാശത്തിലാണ് നമ്മൾ കലാപരിപാടികളും പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശദീകരണം കാര്യങ്ങളൊക്കെ 1-1.5-2 മണിക്കൂറൊക്കെ നീളും. ഇതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് 6ാം ക്ലാസ് മുതലുള്ള എല്ലാ ക്യാമ്പിലും ഉണ്ടായിരുന്നു. ആലക്കോട്ടും പറശ്ശിനിക്കടവിലും ചെറുകുന്നിലും ഒക്കെ അങ്ങനെ മൂത്തേടത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഞങ്ങളുടെ മണക്കടവിലെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പായപ്പം ചില പരിപാടികളൊക്കെ ഞങ്ങൾ ചേർന്നാണ് അവതരിപ്പിച്ചത്. മണക്കടവുകാരും ഞാനും കൂടെയൊക്കെ ചേർന്ന് അവതരിപ്പിച്ചത്. അങ്ങനെ 9ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ രാമകൃഷ്ണപിള്ള സാർ പറഞ്ഞു, ഈ സാറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം, ഞാൻ പറയുകയാണ്, പിതൃതുല്യനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഏറെയായിരുന്നു എന്ന് പറയാം. കാരണം അത്രയേറെ എന്നെ ഇഷ്ടമായിരുന്നു സാറിന്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയ്ക്കല്ല സാർ എന്നെ പരിഗണിച്ചിരുന്നത്. ഞാൻ സാറിനോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ആണെങ്കിലും അത്രയും അടുക്കുമ്പം ഞങ്ങൾ തമ്മിൽ വലിയൊരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരാളാണ് രാമകൃഷ്ണപിള്ള സാറ്, ഞങ്ങളുടെ സ്കൗട്ട് സാറ്. പഠിപ്പിക്കുമ്പോഴാണെങ്കിലും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും അധ്യാപകരില്ലാത്ത സമയത്തൊക്കെ സാറ് വരികയാണെങ്കിൽ ഈ മഹാഭാരതത്തിലെ കഥകളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാനും സാറുമായിട്ട് വളരെ വലിയൊരു ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഇനി വീണ്ടും ചില കഥകൾ വരാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.